ഹലോ, ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനം പരിചയപ്പെടുത്താനായിട്ടോ വന്നിരിക്കുന്നത്. നോക്ക്, ഇതാണ് മാമ്പഴ ഹൽവ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. ഞാൻ ഒരുപാട് ഹൽവാസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കോഴിക്കോടിൻ്റെ മരുമോളായതുകൊണ്ട് തന്നെ അതിനുള്ള പല വെറൈറ്റീസ്, പല ഫ്ലേവേഴ്സുള്ള ഹൽവാസ് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മാംഗോ ഹൽവ ഞാൻ ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. ഞാനത് വാങ്ങുമ്പോൾ ആക്ച്വലി ഒരു KKPP മോഡലാണ് ഞാൻ വാങ്ങിയത്. ബിക്കോസ് ഞാനൊരു ഫേസ്ബുക്ക് ഒരു ആഡ് കണ്ടിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ എനിക്കൊരു ബ്രാൻഡ് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് സൂപ്പർ ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടിയത്. അതായത് അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നോക്കുക, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുള്ളിയാണ് അവരത് പാക്ക് ചെയ്തേക്കുന്നതെന്ന്. ആ പാക്കിലുള്ള നമുക്ക് ആ പാക്ക് കാണുമ്പോൾ ലിറ്ററലി നമ്മുടെയൊക്കെ ഒരു നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു മാമ്പഴക്കാലമാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ഓരോന്നും അതിൽ ഓരോ പിക്ചേഴ്സാകട്ടെ, അതിൽ ഓരോ ടെക്സ്റ്റുകളാവട്ടെ, ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് തരും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു കുഞ്ഞു ബോക്സിൽ ആ ഹൽവയാണെങ്കിൽ പറയാനേ ഇല്ല. നിറയെ ആൽമണ്ട്സൊക്കെ ഇട്ടിട്ട് ആ മാംഗോയുടെ പീസസൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും, നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടും. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഹൽവയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതായത് ഇങ്ങനെ വാങ്ങുന്ന ഒരു ഐറ്റം ഇത്രയും സക്സസ്ഫുൾ ആവും എന്നുള്ളത്. ഇവർക്ക് ആക്ച്വലി 2 ഐറ്റം ഹൽവാസാണുള്ളത്. ഒന്ന് മാംഗോയും പിന്നെ ഒന്ന് ജാക്ക് ഫ്രൂട്ടും. ഇതിൽ മാംഗോ ആണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തത്. ജാക്ക് ഫ്രൂട്ട് ഞാൻ ഉടനെ തന്നെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെയും റിവ്യൂ ഞാൻ ഇടുന്നതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഒരു കൗതുകം കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഈ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.